ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിളിമീൻ വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കിളിമീൻ റോസ്റ്റഡ് കറി. ചെറിയ കിളിമീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി മീൻ വരഞ്ഞിട്ടുണ്ട്. 2-3 ആക്കി വരയുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി ഫിഷിൽ കൂട്ടി യോജിപ്പിച്ച് വയ്ക്കുക. നന്നായി മുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ഇതെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. മീൻ പൊരിക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഈ വെളിച്ചെണ്ണ തന്നെയാണ് മീൻ റോസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഒരു വശം ആയിക്കഴിഞ്ഞ് അടുത്ത വശം മറിച്ചിടാം. അധികം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് വശവും മറിച്ചിട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉള്ളി 50 ഗ്രാം ചെറുതായിട്ട് അരിഞ്ഞത്, വേപ്പില 2 തണ്ട്, നീളത്തിലരിഞ്ഞ പച്ചമുളക് 3 ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ കഷ്ണം, തക്കാളി നീളത്തിലരിഞ്ഞത്, ഒരു കഷ്ണം കുടംപുളി, തേങ്ങ ഒരു 4 സ്പൂൺ നന്നായിട്ട് അരച്ചത്. നമുക്ക് കറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മീൻ പൊരിച്ചതിൻ്റെ വെളിച്ചെണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതും ചേർക്കാം. എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. കുടംപുളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരു വിധം വഴന്നിട്ടുണ്ട്. നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരുവിധം നന്നായിട്ട് വഴറ്റണം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചും ചേർത്ത് കൊടുത്ത് നമുക്കിതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊരിച്ചെടുത്ത ഫിഷാണ് അധികം വേവേണ്ട ആവശ്യമില്ല. കുറച്ച് വെന്താൽ മതി. ഒരു പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് മൂടി വെച്ച് വേവിക്കും. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ കറി തിളച്ച് നല്ല പാകമായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്.